ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സമ്മൺ ലൈക്ക് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ്. ഹണിമൂൺ എക്സ്പ്രസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി റൊമാൻറ്റിക് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡാഡിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. 19-20-21 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 19.20.21 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് പട്ടാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇപ്പോൾ മുതൽ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് രജനീകാന്ത് ഒരു ഗസ്റ്റ് റോൾ വന്ന സിനിമയായിരുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായി മാറിയ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൺനെക്സിൽ ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് 1000 ബേബീസ് എന്നൊരു മലയാള സീരീസ് ആണ്. നാഗേന്ദ്രൻ ഹണിമൂൺസിന് ശേഷം പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സീരീസ് ആണ് 1000 ബേബീസ് എന്ന ഈ ഒരു സീരീസ്. റഹ്മാനാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ അതുപോലെ തന്നെ ടീസറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസ് എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിയാൽ ഈ സെപ്റ്റംബർ മാസം തന്നെ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ആസിഫ് അലി അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം തിയേറ്റർ റിലീസ് ചെയ്ത് പിന്നെ പരാജയപ്പെട്ട സിനിമയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ പറയുക കളക്ഷൻ നേടിയെങ്കിലും പരാജയമാണ് സിനിമ എന്നുള്ളതാണ്. അഡിയോസ് അമിഗോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതിയോ നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഓണം സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, പിന്നെ പക്ഷേ ഒഫീഷ്യൽ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാം. അടുത്തത് ഇതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ സിനിമ മനോരമാക്സ് വഴി വരുന്നുള്ള അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. വന്നാൽ കാണാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമയുടെ അപ്ഡേറ്റ് എന്നുള്ളത്. ഇതിനു മുമ്പേ ഒക്കെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നതാണ്, പക്ഷേ അന്നൊന്നും ഡേറ്റ് റിലീസ് ചെയ്തില്ല. അപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നു. ഇപ്പോൾ സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് മീരാ ജാസ്മിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള മനോരമാക്സ് അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ആണെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പിന്നെന്താ പറയുക അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കേണ്ട പാലും പഴവും എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾക്ക് സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ സിനിമയുടെ OTT റിലീസ് ഒക്ടോബറിലാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. മാക്സ് സിംപ്ലി സൗത്ത് ഈ 2 OTT പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്കൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും